അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡൈജഷൻ അഥവാ ദഹനം. രണ്ട് ടോപ്പിക്കാണ്, ഡൈജഷനും സർക്കുലേറ്ററി സിസ്റ്റവും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൈജഷൻ എന്ത് ചെയ്യാം, വളരെ വേഗത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യാം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു കഥാപാത്രത്തെയാണ്. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഡൈജസ്റ്റ് ചെയ്യണം, ഒന്നുകിൽ ലഡു അല്ലെങ്കിൽ ജിലേബി അല്ലെങ്കിൽ ഹൽവ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ, തൽക്കാലം നമ്മൾ ലഡുവിനെ ഒരു കഥാപാത്രമായി സെലക്ട് ചെയ്യുന്നു. ഇനി എന്താണ് ഡൈജഷൻ എന്ന് അറിയണം. എന്താണ് ഡൈജഷൻ എന്ന് ചോദിച്ചാൽ, ഡൈജഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ടു സിമ്പിൾ അബ്സോർബിൾ ഫോംസ്. സങ്കീർണമായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് പറ്റുന്ന ലഘു 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 ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണെന്ത്, ഡൈജഷൻ അഥവാ ദഹനം. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലഡു ആണ് നമ്മൾ കഴിക്കുന്നത്. ആ ലഡുവിനെ ഡയറക്റ്റ് ആയിട്ട് സെൽസിനെ ലഡു ആയിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. സെൽസിന് അതിൽ എന്ത് ചെയ്യണം, ന്യൂട്രിയൻസിനെ സെപ്പറേറ്റ് വലിച്ചെടുക്കാൻ പറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ കഴിക്കുന്ന ലഡുവിനെ നമ്മൾ എന്ത് ചെയ്യണം, ആ സെപ്പറേറ്റ് ഓരോ ന്യൂട്രിയൻസ് ആക്കിയിട്ട് എന്ത് ചെയ്യണം, കട്ട് ചെയ്തിട്ട് ചെറുതാക്കണം. ആ പരിപാടിയാണ്, ആ കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിനെ സിമ്പിളാക്കി മാറ്റുന്ന ആ ഒരു പരിപാടിയാണെന്ത്, ഡൈജഷൻ അഥവാ ദഹനം. ഇത് രണ്ട് ടൈപ്പാണ്, ഒന്ന് മെക്കാനിക്കൽ, രണ്ട് കെമിക്കൽ. മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ യാന്ത്രിക ദഹനം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്യാരറ്റ് കടിച്ചു മുറിക്കുന്നു, ഒരു കോഴി പീസ് ഇങ്ങനെ വലിച്ചു കീറുന്നു. ഇതൊക്കെ എന്താണ്, മെക്കാനിക്കൽ ഡൈജഷൻ അഥവാ യാന്ത്രിക ദഹനമാണ്. അതേസമയം കെമിക്കൽ ഡൈജഷൻ അല്ലെങ്കിൽ രാസിക ദഹനം എന്ന് പറഞ്ഞാൽ വിത്ത് ഹെൽപ്പ് ഓഫ് എൻസൈംസിന്റെ സഹായത്തോടു കൂടി നടക്കുന്ന പരിപാടിയാണിത് കെമിക്കൽ ഡൈജഷൻ അല്ലെങ്കിൽ രാസിക ദഹനം. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലോട്ട് കിടക്കാം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ആരൊക്കെയുണ്ട് അല്ലെങ്കിൽ ഡൈജഷൻ ആരൊക്കെ സഹായിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട ഒരാളാണ് മൗത്ത് അല്ലെങ്കിൽ വായ. ഇവിടെ നിന്നല്ലേ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ ആളാണ് അന്നനാളം, ഈസോഫാഗസ്. 3 സ്റ്റൊമക് ആമാശയം. 4 സ്മാൾ ഇൻഡസ്റ്റൈൻ, ചെറുകുടൽ, അതിൻ്റെ താഴെ. പിന്നെ ലാർജ് ഇൻഡസ്റ്റൈൻ, വൻകുടൽ. ആൻഡ് അവസാനം ബാക്കിയുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് എവിടെയൂടെ പോകും, റെക്റ്റം അല്ലെങ്കിൽ മലാശയത്തിലൂടെ പോകും. അപ്പോൾ ഇവരാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, ഡൈജഷന് സഹായിക്കുന്നത്. എന്ന് കരുതിയിട്ട് റെക്റ്റത്തിൽ എന്ത് നടക്കുന്നില്ല, ഡൈജഷൻ നടക്കുന്നില്ല. ഡൈജഷൻ എവിടെ കംപ്ലീറ്റ് ചെയ്യും, സ്മാൾ ഇൻഡസ്റ്റൈനിൽ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്ന അറിയോ, ലാർജ് ഇൻഡസ്റ്റൈനിലൂടെ മലാശയത്തിലോട്ട് എത്തും. ഓക്കെ, ഇതാണ് പരിപാടി. അപ്പോൾ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്, മൗത്ത്, പിന്നെ അന്നനാളം, ആമാശയം, സ്മാൾ ഇൻഡസ്റ്റൈൻ, അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ സാർ നിങ്ങൾ എന്തിനാ ലിവറും പാൻക്രിയാസിനും എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ അറിയാതെ എഴുതിയതാണോ, അറിയാതെ പെട്ടതാണോ? അല്ല, ഈ ലിവറും പാൻക്രിയാസും ഓൾസോ ഹെൽപ്സ് ഇൻ ഡൈജഷൻ പ്രോസസ്. ഇവരും എന്തിന് സഹായിക്കുന്നുണ്ട്, ഡൈജഷന്, ദഹനത്തിന് സഹായിക്കുന്നുണ്ട്. ഇവരും എന്തിനു സഹായിക്കുന്നുണ്ട്, ഡൈജഷൻ അല്ലെങ്കിൽ ദഹനത്തിന് സഹായിക്കുന്നുണ്ട്. സത്യം. ഓക്കെ, പക്ഷെ സാർ എന്നിട്ട് എന്തിനാ ഇവർ ഈ റൂട്ടിൽ എഴുതായത്? ഈ റൂട്ടിൽ, ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ആരില്ല, ഇവരില്ല. കാരണം ഇവരിലൂടെ എന്ത് പാസ് ചെയ്യുന്നില്ല, ഫുഡ് പാസ് ചെയ്യുന്നില്ല. ഇവർ ഡൈജഷൻ എങ്ങനെ സഹായിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവർ ഇൻഡയറക്റ്റ് ആയിട്ടാണ് സഹായിക്കുന്നത്. ലിവറിലൂടെയും പാൻക്രിയാസിലൂടെയും എന്ത് സഞ്ചരിക്കുന്നില്ല, ഫുഡ് സഞ്ചരിക്കുന്നില്ല. പക്ഷെ അവരും എന്തിന് സഹായിക്കുന്നുണ്ട്, ഡൈജഷന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സാർ അതെങ്ങനെയാണ്, അതൊക്കെ നമ്മൾ പറയും, വൈകാതെ പറയും, ഇതേ പിടിച്ചോളൂ. ഓക്കെ, ആദ്യം നമുക്ക് മൗത്തിൽ നിന്ന് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കഥാപാത്രന്മാരായിരുന്നു ബഹുമാനപ്പെട്ട ലഡു. ഓക്കെ, അപ്പോൾ നമ്മൾ ലഡുവിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മൗത്തിൽ വെച്ചിട്ടാണ്, വായയിൽ വെച്ചിട്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുക, ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം വായ മൗത്ത്. ഓക്കെ, വായയിൽ ഡൈജഷന് സഹായിക്കുന്ന ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ, 1 ടൂത്ത്, പല്ല്, 2 ടങ്, നാവ്, 3 സലൈവ അല്ലെങ്കിൽ ഉമ്മിനീര്. ഈ 3 ആളുകളാണ് വായയിൽ ഡൈജഷന് സഹായിക്കുന്നത്. അതിലാദ്യം നമുക്ക് പല്ലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പല്ലിനെ കുറിച്ച് പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, പല്ലിൻ്റെ ഈ ചിത്രം തരും, എന്നിട്ട് ഈ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പറയും. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻ. ഒന്നുകിൽ ഈ ചിത്രം ഡയറക്റ്റ് തരും, അതല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ലെറ്റസ് അസസ്, വിലയിരുത്താം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിലൊരു ചിത്രം ഉണ്ട്. ഒന്നുകിൽ ആ ചിത്രമായിരിക്കും അല്ലെങ്കിൽ ഈ ചിത്രമായിരിക്കും നോക്കാം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇന്ന് നോക്കാം. ഇവിടെ 4 ഭാഗങ്ങളാണ് പല്ലിനുള്ളത്. ഏറ്റവും പുറത്തെ ഭാഗം ഇനാമൽ. എന്താ പേര്, ഇനാമൽ. നല്ല പേര്. ഓക്കെ, ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് പറഞ്ഞോളൂ, ഇനാമൽ. പിന്നെ ഇനാമലിൻ്റെ തൊട്ടു താഴെ അതിൻ്റെ ഉള്ളിലോട്ടായിട്ട് കാണപ്പെടുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് ഡെൻഡെയിൻ. എന്താണ് പേര്, ഡെൻഡെയിൻ. പിന്നെ ഏറ്റവും ഉള്ളിൽ ഈ കുറേ എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ കൂടിക്കിടക്കുന്നുണ്ടല്ലോ, ആ ഭാഗമാണെന്ത്, പൾപ്പ് ക്യാവിറ്റി. എന്ത് ക്യാവിറ്റി, പൾപ്പ് ക്യാവിറ്റി. പിന്നെ ലാസ്റ്റ് ഇവരെല്ലാവരെയും ഇവിടെ പിടിച്ചു നിർത്തുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇതാണ് സിമെൻറ്റം. എന്താണ്, സിമെൻറ്റം. അപ്പോൾ ഇനാമൽ, ഡെൻഡെയിൻ, പൾപ്പ്, സിമെൻറ്റം. ഇനാമൽ, ഡെൻഡെയിൻ, പൾപ്പ്, സിമെൻറ്റം. ഇനാമൽ, ഡെൻഡെയിൻ, പൾപ്പ്, സിമെൻറ്റം. ഈ 4 ആൾക്കാരാണ് ഡൈജഷന് സഹായിക്കുന്നത് എന്ന് ഓർത്ത് വെക്കുക. പല്ലിൻ്റെ ഭാഗങ്ങൾ എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അതിൽ ഇനാമലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ഹ്യൂമൻ ബോഡി ഈസ് ഇനാമൽ. പിന്നെ ഇനാമൽ നിർമ്മിച്ചിട്ടുള്ളത് നോൺ ലിവിങ് ടിഷ്യൂ കൊണ്ടാണ്, അതായത് നിർജീവമായ കലകൾ കൊണ്ടാണ്, ഡെഡ് ടിഷ്യൂ കൊണ്ടാണ്. എന്നാൽ അതേസമയം ഡെൻഡെയിൻ നിർമ്മിച്ചിട്ടുള്ളത്
ജീവനുള്ള കലകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ലിവിങ് ടിഷ്യൂ കൊണ്ടാണ്. ലിവിങ് ടിഷ്യൂ കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിട്ടുള്ളത്? ഡെൻറ്റൈൻ നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ ഇനാമൽ എന്താണ്? നോൺ ലിവിങ് ടിഷ്യൂ കൊണ്ടാണ്. അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, സാർ ഇനാമലാണോ ഡെൻറ്റൈൻ ആണോ ലിവിങ് നോൺ ലിവിങ്? അപ്പോൾ അത് ഓർത്ത് വെക്കാൻ എൻ്റെ മുത്തുമണികൾക്ക് ഞാനൊരു കോഡ് പറഞ്ഞുതരാം. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൈവിലൊക്കെ. നിങ്ങൾ ഇനാമൽ ചത്തു എന്നാലോചിക്കുക. ഇനാമൽ ചത്തു. ഇനാമൽ എപ്പോഴാണ് ചത്ത് സാർ? ഇനാമൽ ചത്ത് ചാവാതിരിക്കുക എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എടാ ഇനാമൽ ചത്തു എന്നാലോചിച്ചാൽ ദാ ഇനാമൽ നിർമ്മിച്ചിട്ടുള്ളത് നോൺ ലിവിങ് ടിഷ്യൂ അല്ലെങ്കിൽ നിർജീവമായ കലകൾ കൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡെൻറ്റൈൻ എന്തായിരിക്കും? ജീവനുള്ള കല അല്ലെങ്കിൽ ലിവിങ് ടിഷ്യൂ കൊണ്ടായിരിക്കും. അതങ്ങനെ ഓർത്ത് വെക്കുക. പിന്നെ പൾപ്പ് ക്യാവിറ്റിയാണ്. പൾപ്പ് ക്യാവിറ്റിയിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ബ്ലഡ് വെസൽസ് ഉണ്ട്, നെർവ്സ് ഉണ്ട്, ഒഡൻഡോബ്ലാസ്റ്റ് സെൽസ് ഉണ്ട്. നോട്ട് ദ പോയിന്റ്. പല്ലിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേക തരം കോശമാണ് ഒഡൻഡോബ്ലാസ്റ്റ് കോശം. ഒരു മാർക്കിന് ചോദിക്കാം, ഒഡൻഡോബ്ലാസ്റ്റ് കോശം. പിന്നെ ലാസ്റ്റ് വൺ സിമെൻറ്റം. സിമെൻറ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പല്ലിനെ ആ മോണയിൽ, ആ സോക്കറ്റിൽ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തും. നമ്മളിങ്ങനെ പല്ല് പറിച്ചാൽ അവിടെ ഒരു സ്പേസ് ഉണ്ടാവില്ലേ, ആ സ്പേസിൽ പല്ലിനെ പിടിച്ചു നിർത്തുന്ന ആളാണ് ആര്? സിമെൻറ്റം. ആരാണ്? സിമെൻറ്റം. ആക്ച്വലി ഈ സിമെൻറ്റം എന്താണ്? സിമെൻറ്റത്തിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള അടങ്ങിയിട്ടുള്ള ഒരു എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് കാൽഷ്യമാണ്. ഏതാണ്? കാൽഷ്യമാണ്. മാത്രമല്ല സിമെൻറ്റം ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്, ഒരു യോജക കലയാണ്. അതായത് പല്ലിനെ അവിടെ അങ്ങനെ യോജിപ്പിച്ച് നിർത്താൻ, പല്ലിനെ അവിടെ അങ്ങനെ കണക്ട് ചെയ്ത് നിർത്താൻ സഹായിക്കുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് ആര്? സിമെൻറ്റം. അല്ലെങ്കിൽ യോജിപ്പിച്ച് നിർത്താൻ സഹായിക്കുന്ന യോജക കലയാണ് ആര്? സിമെൻറ്റം. അതും കൂടി ഓർത്ത് വെക്കുക. ഓക്കെ. പിന്നെ മൗത്തിൽ ഡൈജഷന് സഹായിക്കുന്ന മറ്റൊരാളാണ് ആര്? നാവല്ലാതെ വേറൊരാളും കൂടി ഉണ്ട്, ഉമ്മിനീര്, സലൈവ. ഓക്കെ. സലൈവ എങ്ങനെയാണ് ഡൈജഷന് സഹായിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ സ്റ്റാർച്ച് ഉണ്ടോന്നറിയില്ല. സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ ആ സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് ആര്? സലൈവ. അതെങ്ങനെ സഹായിക്കുന്നു ചോദിച്ചാൽ സലൈവ ഒരു സാധനത്തിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ പേരാണ് സലൈവറി അമിലേസ്. എന്താ പേര്? സലൈവറി അമിലേസ്. അതെന്ത് ചെയ്യുന്നു അറിയോ? അന്നജത്തിൻ്റെ ദഹനത്തിന് സഹായിക്കുന്നു, അല്ലെങ്കിൽ അന്നജത്തിൻ്റെ ദഹനം ആരംഭിക്കാൻ സഹായിക്കുന്നു. ഡൈജഷൻ ഓഫ് സ്റ്റാർച്ചിൻ്റെ ഡൈജഷന് സഹായിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതാണ് പരിപാടി. ഇനി അടുത്തത് ഫുഡ്. ഇപ്പോൾ വായൻ്റെ ഉള്ളിലോ കഴിഞ്ഞു. ഇനി വായ കഴിഞ്ഞാൽ അടുത്തത് എവിടെയാണ്? അന്നനാളം. എവിടെയാണ്? അന്നനാളം. വിഴുങ്ങിയിട്ട് വിഴുങ്ങൽ പരിപാടിയൊക്കെ ഉണ്ട്. ആ ഫുഡ് വിഴുങ്ങിയതിന് ശേഷം അത് അന്നനാളത്തിലൂടെ പാസ് ചെയ്യും. ഓക്കെ. അന്നനാളത്തിലൂടെ ഒരു പ്രത്യേക രൂപത്തിലാണ് പാസ് ചെയ്യുക. ഡയറക്റ്റ് ഇങ്ങനെ താഴെ വീഴുകയല്ല ചെയ്യുന്നത്. അതിങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് തുള്ളിച്ചാടിയാണ് വരിക. ഒരു വേവ് ലേക്ക് മോഷനിലൂടെയാണ് ഫുഡ് പാസ് ചെയ്യുക. വേവ് ലേക്ക് മൂവ്മെന്റ് ഓഫ് ഫുഡ് മോളിക്യൂൾ ത്രൂ ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. ആഹാരത്തിൻ്റെ അന്നപഥത്തിലൂടെയുള്ള രൂപത്തിലുള്ള ചലനം. അതായത് ഫുഡ് എന്ത് ചെയ്യാണ്? ഒരു തരംഗ രൂപത്തിൽ ഇങ്ങനെ പൊന്തിയും ചാടി ഇങ്ങനെയാണ് പോവുക. ഓക്കെ. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? പെരിസ്റ്റാൾസിസ്. എന്താണ് പേര്? പെരിസ്റ്റാൾസിസ്. അല്ലെങ്കിൽ ആ മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ് ഈസ് ദ വേവ് ലേക്ക് മൂവ്മെന്റ് ഓഫ് ഫുഡ് മോളിക്യൂളിന്റെ വേവ് ലേക്ക് മൂവ്മെന്റ് ആണ് എങ്ങനെ? ത്രൂ ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. അന്നപഥത്തിലൂടെയുള്ള ആഹാര പദാർത്ഥങ്ങളുടെ തരംഗ രൂപത്തിലുള്ള ചലനമാണെന്ത്? പെരിസ്റ്റാൾസിസ്. ഓക്കെ. അങ്ങനെ ഇതിലൂടെ ഇങ്ങനെ തരംഗ രൂപത്തിൽ വന്നിട്ട് എന്ത് ചെയ്യും? ഫുഡ് ഇപ്പോൾ എവിടെ എത്തും? നമ്മളെ സ്റ്റൊമക്കിലെത്തും, ആമാശയത്തിലേക്ക് എത്തും. എന്നിട്ട് ആമാശയത്തിൽ വെച്ചിട്ട് വീണ്ടും അതിനെന്ത് സംഭവിക്കും? പെരിസ്റ്റാൾസിസ് സംഭവിക്കും. അതായത് ഈ ആമാശയത്തിലെത്തിയതിനു ശേഷം വീണ്ടും ആ ഫുഡിന് എന്ത് ചെയ്യുന്നു? തരംഗ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിപ്പിക്കും, ആകെ മൊത്തത്തിൽ ചലിപ്പിക്കും. എന്നിട്ട് അതിനെന്ത് ചെയ്യുന്നറിയോ? ആ ഫുഡിനെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റും. കൺവേർട്ട് ഫുഡ് ഇൻ ടു എ പേസ്റ്റ് ഫോം. ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കി മാറ്റും. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ആമാശയ പേശികളുടെ ശക്തമായ പെരിസ്റ്റാൾസിസ് എന്ത് ചെയ്യുന്നു? ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. എന്നിട്ട് ആ കുഴമ്പ് രൂപത്തിലുള്ള ആ ഫുഡിന് എന്ത് ചെയ്യുന്ന അറിയാം? അവിടെ കുറച്ചേരം ഇങ്ങനെ പിടിച്ചു നിർത്തും. ആര്? ഈ വലയ പേശികൾ അല്ലെങ്കിൽ ഈ സർക്കുലാർ മസിൽസ്. ആമാശയത്തിന് ചുറ്റുമുള്ള ഈ വലയ പേശികൾ അല്ലെങ്കിൽ സർക്കുലാർ മസിൽസ് ആ ഫുഡിനെ ആ കുഴമ്പ് രൂപത്തിലുള്ള, നമ്മളെ കഥാപാത്രം ആരായിരുന്നു? ലഡു. ആ ലഡുവിനൊക്കെ കുഴമ്പ് രൂപത്തിലാക്കി മാറ്റിയിട്ടുണ്ടാവും. എന്നിട്ട് അതിനെന്ത് ചെയ്യും? കുറച്ച് നേരം അവിടെ പിടിച്ചു നിർത്തും. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, സാർ എന്തിനാ അപ്പോൾ അവിടെ പിടിച്ചു നിർത്തുന്നത്? അതിനെ വേഗം പറഞ്ഞയച്ചാൽ പോരെ? വേഗം അടുത്ത സ്ഥലത്തിലേക്ക്, സ്റ്റൊമക്ക് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? സ്മാൾ ഇൻറ്റെസ്റ്റൈൻ, അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചാൽ പോരാ. എന്തിനാണ് അവിടെ പിടിച്ചു നിർത്തുന്നത് ചോദിച്ചാൽ ആമാശയം കുറച്ച് സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ച് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ച് രസങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെ. സ്റ്റൊമക്ക് എന്ത് ചെയ്യുന്നറിയോ? സ്റ്റൊമക്ക് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സാധനമാണോ? അല്ല. 2 ആണോ? അല്ല. 3 ആണോ? അല്ല. സ്റ്റൊമക്ക് കുറച്ച് 4 സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ആളാണ് ആര്? പെപ്സിൻ. ആരാണ്?
പെപ്സിൻ. സ്റ്റൊമക്ക് ഒരു എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യും, അതാണെന്ത് പെപ്സിൻ. അതായത് സ്റ്റൊമക്ക് എന്ത് ചെയ്യുന്ന ഒരു ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും, ഗ്യാസ്ട്രിക് ജ്യൂസ്, ആമാശയ രസം. ആ ആമാശയ രസത്തിൽ ആരുണ്ടാവും? ഈ പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം ഉണ്ടാവും. ആ പെപ്സിൻ എന്ത് ചെയ്യുന്ന അറിയോ? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പ്രോട്ടീൻ ഉണ്ടോ ഉണ്ടെങ്കിൽ ആ പ്രോട്ടീൻ എന്ത് ചെയ്യും? ഡൈജസ്റ്റ് ചെയ്യും. അങ്ങനെ പ്രോട്ടീന് എന്ത് ചെയ്യുന്നു? നമ്മൾ സ്റ്റൊമക്കിൽ വെച്ചിട്ട് ആദ്യമായിട്ട് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ സ്റ്റാർച്ചിന് എവിടെ വെച്ചിട്ട് തന്നെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു? മൗത്തിൽ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതിലെ എൻസൈമുകളായ ഈ ഗ്യാസ്ട്രിക് ജ്യൂസിലെ ആമാശയ രസത്തിലെ എൻസൈമുകളായ പെപ്സിൻ എന്ത് ചെയ്യുന്നു? പ്രോട്ടീനുകളെ ദഹിപ്പിക്കുന്നു. ഇനി അതേസമയം ലിപ്പേസസ് എന്ത് ചെയ്യുന്നു? ഹെൽപ്സ് ഇൻ ദ ഡൈജഷൻ ഓഫ് ലിപ്പിഡ്സ്. നമ്മളെ ഈ ഗ്യാസ്ട്രിക് ജ്യൂസിൽ ആമാശയ രസത്തിലുള്ള ലിപ്പേസുകൾ എന്ത് ചെയ്യുന്നു? അവിടെയുള്ള കൊഴുപ്പിൻ്റെ ദഹനത്തിന് സഹായിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കൊഴുപ്പുണ്ടെങ്കിൽ അതിൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന ആളാണ് ആര്? ലിപ്പേസ്. ഓക്കെ, അപ്പോൾ ലിപ്പേസ് എന്തിനു സഹായിക്കുന്നു? ലിപ്പിഡിൻ്റെ ഡൈജഷന് സഹായിക്കുന്നു. ലിപ്പേസിൽ എല്ലുണ്ട്, ലിപ്പിഡിലും എല്ലുണ്ട്. അങ്ങനെ കണക്ട് ചെയ്യാം. ഇനി പെപ്സിൻ എന്ത് ചെയ്യുന്നു? പ്രോട്ടീൻ്റെ ഡൈജഷന് സഹായിക്കുന്നു. പെപ്സിനിൽ പി ഉണ്ട്, പ്രോട്ടീനിലും പി ഉണ്ട്. അങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി അവിടെ ഒരു സാധനം കൂടിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആര്? ഈ ഗ്യാസ്ട്രിക് ജ്യൂസ്. അതാണ് HCl. എന്താണ് HCl? അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്തിനാ സഹായിക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഏതെങ്കിലും ജേംസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ആ ജേംസിനെ കൊല്ലും. ഡിസ്ട്രോയ് ജേംസിനെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നതാ. ഡിസ്ട്രോയ് ജേംസ് ഇൻ ദ ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഫുഡിലെ രോഗാണുക്കൾ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. മാത്രമല്ല നമ്മളുടെ ഫുഡിൻ്റെ pH അസിഡിറ്റി എന്ത് ചെയ്യുന്നു? ക്രമീകരിക്കുന്നു. റെഗുലേറ്റ് pH ക്രമീകരിക്കുന്നു. ഓക്കെ, ഇനി ലാസ്റ്റ് ആളാണ് എന്ത്? മ്യൂക്കസ് അല്ലെങ്കിൽ ശ്ലേഷ്മം. ഇവൻ്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇപ്പോൾ HCl ഒക്കെ ഉണ്ടല്ലോ. HCl ഒരു സീന സാധനമാണ്. കോൺസെൻട്രേറ്റ് HCl നമ്മളെ കയ്യിൽ തട്ടിയാൽ കൈയൊക്കെ പൊള്ളും. പക്ഷെ അത് ആമാശയത്തിൻ്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ആമാശയത്തിന് എന്തെങ്കിലും പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ മ്യൂക്കസ് അല്ലെങ്കിൽ ശ്ലേഷ്മമാണ്. ഈ മ്യൂക്കസ് എന്ത് ചെയ്യുന്ന അറിയോ? പ്രൊട്ടക്ട് ദ സ്റ്റൊമക്ക് വാളിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു ഫ്രം ദ ആക്ഷൻ ഓഫ് ദീസ് ഡൈജസ്റ്റീവ് ജ്യൂസസ്. ഈ പെപ്സിന്, ലിപ്പേസസ്, HCl പോലത്തെ ഈ ഡൈജസ്റ്റീവ് ജ്യൂസസ് ഉണ്ടല്ലോ, ആ ഡൈജസ്റ്റീവ് ജ്യൂസസ് ആ ആമാശയ രസങ്ങൾ അല്ലെങ്കിൽ ആ ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയ ഭിത്തിയെ, സ്റ്റൊമക്ക് വാളിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന പരിപാടിയാണ് ഒരു മ്യൂക്കസ് അല്ലെങ്കിൽ ശ്ലേഷ്മം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് സ്റ്റൊമക്കിലുള്ള ഡൈജഷൻ. അപ്പോൾ സ്റ്റൊമക്കിൽ വെച്ചിട്ട് പ്രോട്ടീനും അതുപോലെ തന്നെ ലിപ്പിഡിനൊക്കെ എന്ത് ചെയ്തു? ഡൈജഷൻ സംഭവിച്ചു. മാത്രമല്ല ജേംസിനെ ഡിസ്ട്രോയ് ചെയ്തു. ആര്? നമ്മളെ HCl. ഇനി ഇത് കഴിഞ്ഞിട്ട് സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് അടുത്തത് എങ്ങോട്ടാ പോവുക? സ്മാൾ ഇൻറ്റസ്റ്റൈനിലോട്ടാണ് പോവുക. എങ്ങോട്ടാ പോവുക? സ്മാൾ ഇൻറ്റസ്റ്റൈൻ. സ്മാൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് നിൽക്കൂ. ഒന്ന് സ്റ്റോപ്പ് ചെയ്യൂ. എന്തിനാ സ്റ്റോപ്പ് ചെയ്യുന്നത് സാർ? എടാ ഇതല്ലേ സ്റ്റൊമക്ക് അല്ലെങ്കിൽ ആമാശയം. ഈ ആമാശയത്തിൽ ഫുഡ് എത്തി, ഇവിടുന്ന് പേസ്റ്റ് രൂപത്തിലൊക്കെ ആക്കി മാറ്റി കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞു. അടുത്തത് ഇതാണ് സ്മാൾ ഇൻറ്റസ്റ്റൈൻ. ഈ സ്മാൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ 6 മീറ്റർ നീളമുണ്ട്. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ അങ്ങനെ പോകും. ഓക്കെ, പക്ഷേ ഈ സ്മാൾ ഇൻറ്റസ്റ്റൈൻ്റെ ഈ ഫസ്റ്റ് പോർഷൻ സ്മാൾ ഇൻറ്റസ്റ്റൈൻ 6 മീറ്ററോളം നീളമുണ്ട്. അതൊന്നല്ല കൂട്ടണത്. അതിൻ്റെ ഫസ്റ്റത്തെ സ്റ്റാർട്ടിങ് പോർഷൻ ഉണ്ടല്ലോ, ആ സ്റ്റാർട്ടിങ് പോർഷനെ ഞാനൊരു പേര് വിളിക്കും. അതാണ് ഡിയോഡിനം അല്ലെങ്കിൽ പക്വാശയം. എന്താണ് പേര്? ഡിയോഡിനം അല്ലെങ്കിൽ പക്വാശയം. ഈ പക്വാശയത്തിൽ ചില കളികൾ നടക്കുന്നുണ്ട്. അതായത് ഫുഡ് സ്റ്റൊമക്കിൽ നിന്ന് എവിടെ എത്തുന്നു? ആദ്യം സ്മാൾ ഇൻറ്റസ്റ്റൈൻ്റെ ആദ്യ പോർഷനായിട്ടുള്ള ഈ പക്വാശയം അല്ലെങ്കിൽ ഡിയോഡിനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് കുറച്ച് ആളുകൾ വരും. എന്തിനെന്നറിയോ? ഡൈജഷന് സഹായിക്കാൻ. ആ ആളുകളെ പറഞ്ഞയക്കുന്നത് ആരറിയോ? ലിവറും പാൻക്രിയാസും പ്രൊഡ്യൂസ് ചെയ്യുന്ന, കരളും പാൻക്രിയാസും പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ എങ്ങോട്ടെത്തിക്കും? ഈ ഡിയോഡിനം അല്ലെങ്കിൽ പക്വാശയത്തിലേക്ക് എത്തിക്കും. എന്നിട്ട് അവരും എന്തിനു സഹായിക്കും? ഡൈജഷന് സഹായിക്കും. എവിടെ വെച്ചിട്ട്? ഡിയോഡിനത്തിൽ അല്ലെങ്കിൽ പക്വാശയത്തിൽ വെച്ചിട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ലിവറും പാൻക്രിയാസും എന്തിന് സഹായിക്കുന്നുണ്ട്? ഡൈജഷന് സഹായിക്കുന്നുണ്ട്. പക്ഷെ നേരിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ലിവർ എങ്ങനെ സഹായിക്കുമെന്ന് ചോദിച്ചാൽ, ലിവർ പ്രൊഡ്യൂസസ് ബൈൽ. ലിവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ബൈൽ അല്ലെങ്കിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കും. എന്തുൽപ്പാദിപ്പിക്കും? പിത്തരസം. ഈ പിത്തരസം സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണെന്ത്? പിത്താശയം. എന്താ പേര്? പിത്താശയം. പിത്തരസം സ്റ്റോർ ചെയ്യുന്ന സ്ഥലം പിത്താശയം. ലിവർ സ്റ്റോർസ് ഇൻ ദ ഗാൾ ബ്ലാഡർ. ബൈൽ സ്റ്റോർസ് ഇൻ ദ ഗാൾ ബ്ലാഡർ. ബൈൽ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ഗാൾ ബ്ലാഡർ. പരീക്ഷയ്ക്ക് അതും ചിലപ്പോൾ ചോദിക്കാം. ബൈൽ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം ഗാൾ ബ്ലാഡർ. ഓക്കെ, അപ്പോൾ ബൈൽ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലിവർ, കരളാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഈ ബൈലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ബൈലിൽ എന്തില്ല? എൻസൈംസ് ഇല്ല. എൻസൈംസ് ആർ ആബ്സെന്റ് ഇൻ ബൈൽ. ബൈലിൽ എന്തില്ല? എൻസൈമുകളില്ല. പിത്തരസത്തിൽ എൻസൈമുകളില്ല. ഓക്കെ,
അങ്ങനെ ഈ പിത്തരസം, ഈ കരൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പിത്തരസം എന്ത് ചെയ്യുന്നു, ഡിയോഡിനത്തിൽ അല്ലെങ്കിൽ പക്വാശയത്തിലേക്ക് വരും. എന്നിട്ട് അത് എങ്ങനെയാണ് ഡൈജഷന് സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ അതെന്ത് ചെയ്യുന്നു അറിയോ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഫാറ്റ് ഉണ്ടോ, ലിപ്പിഡ് ഉണ്ടോ, കൊഴുപ്പുണ്ടോ, കൊഴുപ്പുണ്ടെങ്കിൽ ആ ഫാറ്റിനെ എന്ത് ചെയ്യുന്നു അറിയോ, സ്മാൾ പാർട്ടിക്കിൾസ് ആക്കി മാറ്റും, കൊഴുപ്പിനെ ചെറു കണികകളാക്കി മാറ്റും. ഇതാണ് അതിൻ്റെ പരിപാടി. മാത്രമല്ല നമ്മൾ HCl റെഗുലേറ്റ് ചെയ്ത പോലെ തന്നെ ഇവനും എന്ത് ചെയ്യുന്നു, റെഗുലേറ്റ്സ് പി എച്ച് ക്രമീകരിക്കുന്നു. ഓക്കെ, ഇതാണ് ലിവറിൻ്റെ പരിപാടി. എന്നാൽ സാർ അങ്ങനെയെങ്കിൽ ഈ പാൻക്രിയാസ് ഉണ്ടല്ലോ, അതാ ഇവിടെയുള്ള ഈ പാൻക്രിയാസ് എങ്ങനെയാണ് ഡൈജഷൻ സഹായിക്കുന്നത് ചോദിച്ചാൽ, പാൻക്രിയാസും ഇതേപോലെ ബൈലിനെ പോലെ എന്തോ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യും. അത് എങ്ങോട്ട് കൊണ്ടുകൊടുക്കും, ഈ ഡിയോഡിനം അല്ലെങ്കിൽ പക്വാശയത്തിലേക്ക് കൊണ്ടുകൊടുക്കും. അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാൻക്രിയാസ് എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ആ പാൻക്രിയാറ്റിക് ജ്യൂസ് എങ്ങോട്ട് എത്തിച്ചു കൊടുക്കും, റീച്ചസ് ദ ഡിയോഡിനം അല്ലെങ്കിൽ പക്വാശയത്തിലേക്ക് എത്തിച്ചു കൊടുക്കും ആൻഡ് ഹെൽപ്സ് ഇൻ ഡൈജഷൻ. എന്നിട്ട് അവരും എന്തിനു സഹായിക്കുന്നുണ്ട്, ഡൈജഷൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊണ്ടുവരുന്ന ഈ പാൻക്രിയാറ്റിക് ജ്യൂസിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത്തെ ആളാണ് ആര്, പാൻക്രിയാറ്റിക് അമിലേസ്. എന്താണ് പേര്, പാൻക്രിയാറ്റിക് അമിലേസ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, അമിലേസ് എവിടെ കേട്ടാലും അതിനൊരൊറ്റ പണിയുള്ളൂ. എന്താ പണി, സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യുക. അത് സലൈവറി അമിലേസ് ആണെങ്കിലും ശരി, പാൻക്രിയാറ്റിക് അമിലേസ് ആണെങ്കിലും ശരി, എന്ത് അമിലേസ് ആണെങ്കിലും അതിൻ്റെ പണി എന്താണ്, ഡൈജസ്റ്റ് ചെയ്ത് സ്റ്റാർച്ച് അന്നജത്തെ ദഹിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മളെ പക്വാശയത്തിൽ വെച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യും, ആ സ്റ്റാർച്ചിന് ഡൈജഷൻ സംഭവിക്കും. ഇനി മറ്റൊരാളാണ് ആര്, ട്രിപ്സിൻ. നേരത്തെ ഉള്ളതായിരുന്നു പെപ്സിൻ്റെ അനിയനാണ് ആര്, ട്രിപ്സിൻ. പെപ്സിൻ്റെ പണി എന്ത് ചെയ്യുന്നതാ, പെപ്സിനിൽ പി ഉണ്ട്, പ്രോട്ടീനിലും പി ഉണ്ട്. അപ്പോൾ പെപ്സിൻ്റെ പണി എന്താ, പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അങ്ങനെയെങ്കിൽ പെപ്സിൻ്റെ അനിയനായിട്ടുള്ള ട്രിപ്സിൻ്റെ പണി എന്താണെന്നറിയോ, അതേ പണി തന്നെ. ഇതിൻ്റെ പരിപാടിയും പ്രോട്ടീനെ ദഹിപ്പിക്കുന്നു. ട്രിപ്സിൻ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്ത പ്രോട്ടീൻ. ഓക്കെ, പിന്നെ അടുത്ത ആളാണ് ആര്, പാൻക്രിയാറ്റിക് ലിപ്പേസ് എവിടെ കേട്ടാലും അതിനൊറ്റ പണിയുള്ളൂ. എന്താ പണി, ലിപ്പിഡിനെ, ഫാറ്റിനെ, കൊഴുപ്പിനെ ഡൈജസ്റ്റ് ചെയ്യും. എന്താ, ലിപ്പേസ് കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ലിപ്പിഡ് ഇൻറ്റു ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ, ലിപ്പേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലിപ്പേസ് കൊഴുപ്പിനെ അല്ലെങ്കിൽ ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുക എന്നുള്ളതെല്ലാം മെയിൻ പ്രത്യേകത. കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഇനി ഒരു തുള്ളി പോലും കൊഴുപ്പിനെ ബാക്കി വെക്കാതെ എത്രത്തോളം കൊഴുപ്പ് അവിടെ ബാക്കിയുണ്ടോ ആ എല്ലാ കൊഴുപ്പിനെയും അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടിക്കിളായുള്ള ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്ന ലിപ്പേസുകൾ കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള ഡൈജഷൻ, ഫെർദർ ഡൈജഷൻ ഒക്കേഴ്സ് ഇൻ സ്മാൾ ഇൻറ്റെസ്റ്റൈൻ. അതായത് ബാക്കിയുള്ള ഡൈജഷൻ സ്മാൾ ഇൻറ്റെസ്റ്റൈൻ്റെ ബാക്കിയുള്ള പോർഷനിൽ നടക്കും. ഓക്കെ, സ്മാൾ ഇൻറ്റെസ്റ്റൈൻ്റെ ആദ്യ പോർഷനാണ് എന്ത്, ഡിയോഡിനം അല്ലെങ്കിൽ പക്വാശയം. ഞാൻ പറഞ്ഞല്ലോ സ്മാൾ ഇൻറ്റെസ്റ്റൈൻ 6 മീറ്ററോളം നീളമുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ പരിപാടി വേണ്ടേ, ഇനി അവിടെയുള്ള പരിപാടിയാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതായത് ഡൈജഷൻ ഇൻ സ്മാൾ ഇൻറ്റെസ്റ്റൈൻ. അങ്ങനെ ഫുഡ് എന്ത് ചെയ്യുന്നു, സ്മാൾ ഇൻറ്റെസ്റ്റൈൻ്റെ ഒത്ത നടുവിലെത്തും. നമ്മൾ ബഹുമാനപ്പെട്ട ലഡു കഥാപാത്രം എന്ത് ചെയ്യുന്നു, സ്മാൾ ഇൻറ്റെസ്റ്റൈൻ്റെ നടുവിലെത്തി. ഇപ്പോൾ ഫാറ്റിനെ ഇനി ഡൈജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. കാരണം ഫാറ്റിനെ എവിടെ വെച്ച് ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്തു, ഇതാ ഈ ഡിയോഡിനത്തിൽ വെച്ചിട്ട് പക്വാശയത്തിൽ വെച്ചിട്ട് പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്ത് ചെയ്തു, കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ചെയ്ത ലിപ്പിഡിനെ, കൊഴുപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്തിട്ട് എന്താക്കി മാറ്റി, ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റി. ഇനി അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അപ്പോഴും എന്തിനാണ് ഡൈജസ്റ്റ് ചെയ്യാണ്ട്, സ്റ്റാർച്ചിനെയും അതുപോലെ തന്നെ പ്രോട്ടീനൊക്കെ ഇനിയും ഡൈജസ്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ ആ പരിപാടിയൊക്കെ ആര് ചെയ്യും, ഈ സ്മാൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ട് ആരാ ചെയ്യാന്നറിയോ, കേട്ടോളൂ സുഹൃത്തുക്കളെ. സ്മാൾ ഇൻറ്റെസ്റ്റൈൻ എന്ത് ചെയ്യുന്നറിയോ, ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യും. അതാണെന്ത്, ഇൻറ്റെസ്റ്റൈനൽ ജ്യൂസ്. എന്ത് ജ്യൂസ്, ഇൻറ്റെസ്റ്റൈനൽ ജ്യൂസ്. ഇൻറ്റെസ്റ്റൈനൽ ജ്യൂസ്. സ്മാൾ ഇൻറ്റെസ്റ്റൈൻ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യും, അതിൻ്റെ പേരാണെന്ത്, ഇൻറ്റെസ്റ്റൈനൽ ജ്യൂസ്. ഓക്കെ, ആ ഇൻറ്റെസ്റ്റൈനൽ ജ്യൂസിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ആ ഇൻറ്റെസ്റ്റൈനൽ ജ്യൂസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ആര്, കാർബോഹൈഡ്രേസസ്. എന്താണ് പേര്, കാർബോഹൈഡ്രേസസ്. ഈ കാർബോഹൈഡ്രേസസ് എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ, അന്നജമുണ്ടെങ്കിൽ, എവിടെയെങ്കിലും അന്നജം ഒരു പൊടിക്ക് ഒരു തരിക്ക് ബാക്കിയുണ്ടെങ്കിൽ ആ എല്ലാ കാർബോഹൈഡ്രേറ്റുകളെയും എല്ലാ അന്നജത്തിനെയും എന്ത് ചെയ്യുന്നറിയോ, അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടിക്കിളായിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ് എന്നിവയാക്കി മാറ്റും. ദ കാർബോഹൈഡ്രേസസ് ഓഫ് ഇൻറ്റെസ്റ്റൈനൽ ജ്യൂസിലുള്ള കാർബോഹൈഡ്രേസസ് എന്ത് ചെയ്യുന്നറിയോ, കൺവേർട്ട് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻറ്റു സിമ്പിൾ കമ്പോണൻസ് ലൈക്ക് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ് എന്നിവയാക്കി മാറ്റും. ഇനി അതേസമയം ഈ ഇൻറ്റെസ്റ്റൈനൽ ജ്യൂസിലുള്ള മറ്റൊരാളാണ് ആര്, പ്രോട്ടിയേസുകൾ ആ പ്രോട്ടിയേസസ് എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ ഡൈജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന പ്രോട്ടീനുകൾ ഉണ്ടല്ലോ, അതിലിനി ഏതെങ്കിലും പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ആ പ്രോട്ടീനുകൾ എന്ത് ചെയ്യുന്നു, ഡൈജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടികളായിട്ടുള്ള അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു,
അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. പ്രോട്ടിയേസസ് കൺവേർട്ട് പ്രോട്ടീൻ ഇൻ ടു അമിനോ ആസിഡ്. ഇപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റിനെ മൊത്തത്തിൽ ഡൈജസ്റ്റ് ചെയ്തു, അതിന് ഏറ്റവും ലാസ്റ്റ് പാർട്ടിക്കിളായിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആക്കി മാറ്റി. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീനെയും ഏറ്റവും ലാസ്റ്റ് പാർട്ടിക്കിളായിട്ടുള്ള അമിനോ ആസിഡാക്കി മാറ്റി. പിന്നെ ഫാറ്റിനെ, കൊഴുപ്പിനെ, ലിപ്പിഡിനെ നമ്മൾ ഓൾറെഡി ഡിയോഡിനത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടിക്കിളായിട്ടുള്ള ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ആരെയും ഡൈജസ്റ്റ് ചെയ്യാനില്ല. ദഹനം കംപ്ലീറ്റ് ചെയ്തു, ദഹനം ഖത്തം ഹോ ഗയാ. അങ്ങനെ ഡൈജഷൻ നമ്മൾ എവിടെ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തു? സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ള അൺഡൈജസ്റ്റഡ് ഫുഡ് ഉണ്ടല്ലോ, ആ അൺഡൈജസ്റ്റഡ് ഫുഡ് എങ്ങോട്ടേക്ക് എത്തും? ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തും. എന്നിട്ട് ലാർജ് ഇൻറ്റസ്റ്റൈൻ അത് എങ്ങോട്ടേക്ക് പോകും? റെക്ടം അല്ലെങ്കിൽ മലാശയത്തിലോട്ട് പോകും. അതല്ല ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ചില ബാക്ടീരിയകളുണ്ട്. ഇതാ സെർട്ടൈൻ ബാക്ടീരിയ ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈനിലെ വൻകുടലിലെ ചില ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്ന അറിയോ? പ്രൊഡ്യൂസ് വിറ്റാമിൻ കെ ആൻഡ് വിറ്റാമിൻ ബി കോംപ്ലക്സ്. വിറ്റാമിൻ കെയും വിറ്റാമിൻ ബി കോംപ്ലക്സും ഒക്കെ എന്ത് ചെയ്യും? ഉൽപ്പാദിപ്പിക്കും. അത് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതായത് വൻകുടലിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിനുകൾ ഏതെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ കെ ആൻഡ് വിറ്റാമിൻ ബി കോംപ്ലക്സ്. വൻകുടലല്ല, വൻകുടലിലെ ചില ബാക്ടീരിയകൾ. ഓക്കെ, അപ്പോൾ വൻകുടലിൽ ചില ഉപകാരികളായിട്ടുള്ള ബാക്ടീരിയകളുണ്ട്. കാരണം ആ ബാക്ടീരിയകളാണ് എന്ത് ചെയ്യുന്നത്? വിറ്റാമിൻ കെയും വിറ്റാമിൻ ബി കോംപ്ലക്സും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതും എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അങ്ങനെ നമ്മുടെ ഡൈജഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ത്രൂ ഒക്കെ ആയിട്ട് മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കാം. നോ പ്രശ്നം. ഏതായാലും സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫാൽക്കൺ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? അതിലേക്കും ജോയിൻ ചെയ്യുക. ഇപ്പോൾ ചെറിയൊരു ഓഫർ ഉണ്ട് ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ച്. ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞു, എന്നാലും ആ ഓഫർ ഇപ്പോഴും സ്റ്റില്ലായിട്ട് നിൽക്കുന്നുണ്ട്. സോ എന്താണ്, ആ ഓഫർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എൻജോയ് ചെയ്ത് സൂപ്പറായിട്ട് പഠിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട അറക്കൽ. ഓക്കെ, അപ്പോൾ അറക്കലിൻ്റെ മനക്കലിലേക്ക് വന്ന എല്ലാ മുത്തുകൾക്കും ഗുഡ് ബൈ.